ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാം യൂണിറ്റിൻ്റെ പാഠഭാഗമാണ്. നേച്ചർ സ്പീക്സ് ടു മീ. പ്രകൃതി എന്നോട് സംസാരിക്കുന്നു. മീ എന്ന് പറഞ്ഞാൽ എന്നോട്, സ്പീക്സ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. The beauty of the trees, the softness of the air, the fragrance of the grass speaks to me. നമ്മളുടെ പ്രകൃതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അതായത് ബ്യൂട്ടി ഓഫ് ദ ട്രീസ്, മരങ്ങളുടെ സൗന്ദര്യം, ദ സോഫ്റ്റ്നെസ് ഓഫ് ദ എയർ, കാറ്റിൻ്റെ ആ ഒരു മൃദുലത, ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഗ്രാസ്, പുല്ലുകളുടെ ഇടയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സുഗന്ധം, അതെല്ലാം നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. സമ്മിറ്റ് ഓഫ് ദ മൗണ്ടൻ, അതായത് മലകളുടെ കുന്നിൻ്റെ മേളിലുള്ള ആ ഒരു കൂർത്തിരിക്കുന്ന ആ ഒരു മുന പോലെ ഇരിക്കുന്ന അതിനെയാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. ദ തണ്ടർ ഓഫ് ദ സ്കൈ, ദ റിതം ഓഫ് ദ സീ സ്പീക്സ് ടു മീ. ആകാശത്തിൽ കാണപ്പെടുന്ന തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. അതുപോലെ റിതം ഓഫ് ദ സീ, കാറ്റിൻ്റെ ആ ഒരു റിതം ഉണ്ടല്ലോ, തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം, അതെല്ലാം നമ്മളോട് സംസാരിക്കുന്നു. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. The faintness of the stars, the freshness of the morning, the dewdrop on the flower speaks to me. The faintness of the stars എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ മിന്നുന്ന ആ ഒരു അവസ്ഥ, മിന്നിത്തിളങ്ങുന്ന അവസ്ഥ. The freshness of the morning, പ്രഭാതത്തിൻ്റെ ആ ഒരു പ്രസന്നത. The dewdrop on the flower, the dewdrop on the flower, പൂക്കളിൽ വന്ന് വീഴുന്ന മഞ്ഞുതുള്ളികൾ, ഇതെല്ലാം നമ്മളോട് സംസാരിക്കുന്നു. സ്പീക്സ് ടു മീ. വളരെ മനോഹരമായൊരു കവിതയാണ് അല്ലേ. നേച്ചർ സ്പീക്സ് ടു മീ എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് അത് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് പറഞ്ഞേക്കുകയാണ്. ഇനി നമുക്കിത് എഴുതിയത് ആരാണ്? ചീഫ് ഡാൻ ജോർജ്. ഇതാണ് ഈ കവിത എഴുതിയ വ്യക്തിയുടെ പേര്. അപ്പോൾ നമ്മൾ കഥയും അതിന് തുടർന്നുള്ള കവിതയുമാണ് നമ്മളിപ്പോൾ കണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.